സന്തോഷം അത് ഒരു അനുഭവമാണ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, നമ്മൾ കണ്ടെത്തണം. മറ്റാർക്കും നമുക്ക് സന്തോഷം ഉണ്ടാക്കിത്തരാൻ സാധിക്കുകയില്ല. നമ്മളെ കുറ്റം പറയാൻ അനേകം ആൾക്കാർ കാണും. പക്ഷേ അതിലും കൂടുതൽ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ കേൾക്കാനും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പതറരുത്, ദുഃഖപ്പെട്ടിരിക്കരുത്. നമ്മുടെ ശത്രുക്കൾക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മൾ സന്തോഷിച്ചിരിക്കുക എന്നുള്ളത്. ചിരിക്കാൻ കഴിവില്ലാത്തവൻ കച്ചവടത്തിന് പോകരുതെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അത് നമ്മൾ ചിരിച്ച മുഖത്തോടു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കാണുന്നവർക്കും ഒരു സന്തോഷം തോന്നും, അങ്ങനെ നമുക്കും സന്തോഷം തോന്നും. ആ ബുദ്ധൻ്റെ ചിരിയുണ്ടല്ലോ, അതുപോലെ സദാമുഖത്ത് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ സാധിച്ചാൽ അത് തന്നെ ഒരു മഹത്തായ കാര്യമാണ്. സന്തോഷം എവിടെയാണ് ഇരിക്കുന്നത്? നമ്മളൊക്കെ പലരും കരുതും സന്തോഷം ബാഹ്യ വസ്തുക്കളിലാണെന്ന്. അത് കിട്ടിയാൽ സന്തോഷമായി, ഇത് കിട്ടിയാൽ സന്തോഷമായി എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ആ വസ്തുക്കളിലാണ് സന്തോഷം ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സന്തോഷം സ്ഥിരമായി നിൽക്കേണ്ടതല്ലേ? എന്നാൽ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ തലച്ചോറിലെ ചില ഭാഗങ്ങളിൽ ഉത്തേജനം ലഭിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത്. സന്തോഷം ഒരനുഭവമാണത്. നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. മധുരം അതെന്താണ്? അതും ഒരു അനുഭവമാണ്. അതുപോലെയാണ് സന്തോഷം. നമുക്ക് അനുഭവിച്ചാലേ അറിയാൻ സാധിക്കുള്ളൂ. അനുഭവത്തിൽ കൂടി നമ്മൾ ആസ്വദിക്കണം. സന്തോഷമുള്ളവന് സമ്പത്തുണ്ട്. സന്തോഷാമൃത സംതൃപ്ത ശാന്ത സ്വാന്തനെഴും സുഖം അങ്ങും എങ്ങും ഇടുന്നിടും ധനലബ്ധിന് കിട്ടുമോ എന്നാണ് കവി ചോദിക്കുന്നത്. അതായത് സന്തോഷ അമൃത സമ്പത്ത് നേടിയവന് എല്ലായിടത്തും സുഖമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങുമെങ്ങും ഇടുന്നിടുന്ന ധനലബ്ധിന് അതൊരിക്കലും കിട്ടുകയില്ല. പലരും വെട്ടിപ്പിടിച്ചും തട്ടിപ്പറിച്ചും ഒക്കെ കെട്ടിപ്പടുക്കുന്ന ആ സമ്പത്ത് ഒരിക്കലും നമ്മളെ മരണസമയത്ത് ഉപകാരപ്പെടുകയില്ല, കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. കേസ് കളിച്ചും അന്യായമാർഗത്തിൽ കൂടിയെല്ലാം നമ്മൾ പലരും പണം സമ്പാദിക്കാറുണ്ട്. അതൊക്കെ താൽക്കാലികമായി ഒരു സുഖം തോന്നിക്കുമെങ്കിലും പിന്നീട് അത് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന അവസരങ്ങൾ സമ്മാനിക്കും. ഈ സന്തോഷത്തിൻ്റെ കുറച്ചുകൂടി വലിയ ഒരു നിലയാണ് ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദം എന്ന് പറഞ്ഞാൽ ഇന്നർ ബ്ലിസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് മനസ്വസ്ഥതയോ ആനന്ദ. മനസ്വസ്ഥതയിൽ നിന്നാണ് ആനന്ദം ഉണ്ടാകുന്നത്. ആനന്ദ ഏവ വിജയതേ, ആനന്ദം തന്നെ വിജയിക്കുന്നു. ഇങ്ങനെയാണ് ശിവയോഗി പറഞ്ഞിരിക്കുന്നത്. യജുർവേദീയ തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ആനന്ദദ്വയ ഖല്യുമാനി ഭൂതാനി ജായന്തി ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്തി അഭിസംവിശന്തി. ആനന്ദത്തിൽ നിന്ന് എല്ലാം ഉണ്ടാകുന്നു, ആനന്ദം കൊണ്ട് ജീവിക്കുന്നു, അവസാനം ആനന്ദത്തിൽ തന്നെ ലയിക്കുന്നു. ഈ ആത്മാവും ആനന്ദമാണെന്നും ഉപനിഷത്തുകൾ പറയുന്നു. ആത്മാനന്ദം എന്ന് മറ്റൊരു രീതിയിൽ പറയാറുണ്ട്. തന്നിൽ തന്നെയുള്ള ആ ആനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രാപഞ്ചിക വിഷയങ്ങളിലുള്ള സുഖത്തെക്കാളുമൊക്കെ വലിയ സുഖം അനുഭവിക്കാം. അതിനാണ് നിശ്ചിന്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത്. ആ നിശ്ചിന്തനം, ഒരു ചിന്തയില്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സുഖം അനുഭവിക്കാൻ സാധിക്കുന്നത്. ആ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാമായി. ആ അവസ്ഥയിൽ എത്തുന്നതിന് വേണ്ടിയാണ് സന്യാസിമാരും യോഗിമാരും ഒക്കെ പരിശ്രമിക്കുന്നത്. അങ്ങനെ ആനന്ദത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരിൽ പോലും പലരിലും ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ അത് ആ പരിശ്രമത്തിന് ഫലപ്രാപ്തിയിൽ എത്താറുള്ളൂ. വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, തനിക്കെതിരായി വല്ല ചപല ജന്തുക്കളും എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, അതൊന്നും ശ്രദ്ധിക്കരുത്. അവഗണന, കടുത്ത അവഗണന അത്ര തന്നെ. നമ്മെ ഒറ്റപ്പെടുത്താനും അകറ്റി നിർത്താനൊക്കെ പലരും ശ്രമിക്കും. പക്ഷേ അതിലൊന്നും നമ്മൾ പതറിപ്പോകരുത്. നമുക്ക് നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മളെ സന്തോഷിപ്പിക്കാനും അനേകായിരങ്ങൾ ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അവരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ നമ്മൾ എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് സന്തോഷത്തോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നിന്നും പല ആരോഗ്യകരമായ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം പോലും പറയുന്നത്. ഈ ചിരി ഒരു മരുന്നാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ചിരിക്കുമ്പോൾ നമുക്ക് ആരോഗ്യകരമായ പല മാറ്റങ്ങളും ശരീരത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ചിരി ക്ലബ്ബുകൾ പലയിടത്തും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും സന്തോഷകരമായി ഒരു ജീവിതം നയിക്കാൻ ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം.